നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു നടനും കോമഡി ഷോകളിലൂടെ താരമായി മാറിയ കൊല്ലം സുധിയുടേത്. സുധിയുടെ വിയോഗം മൂലമുണ്ടായ ആഘാതത്തിൽ നിന്ന് മെല്ലെ കരകയറുകയാണ് ഭാര്യ രേണുവും രണ്ട് മക്കളും. സുധിയുടെ ഓർമ്മകൾ പങ്കുവച്ച് സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് രേണു. ഇപ്പോഴിതാ രേണു അഭിനയ രംഗത്തേക്ക് കടക്കുകയാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. നാടക രംഗത്തേക്കാണ് രേണുവിന്റെ കടന്നുവരവ്. കൊച്ചിൻ സംഘമിത്രയുടെ ഇരട്ട നഗരം നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായാണ് രേണു അഭിനയിക്കുന്നത്. നാടക റിഹേഴ്സൽ അടുത്തയാഴ്ച തുടങ്ങും. ഓഗസ്റ്റ് ആദ്യവാരം ഇരട്ട നഗരം പ്രദർശനത്തിന് എത്തും. അഭിനയവും നൃത്തവും ഏറെ ഇഷ്ടപ്പെടുന്ന രേണു മുൻപ് ഒരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന സിനിമയിലും രേണു വേഷം ചെയ്യുന്നുണ്ട്. സ്കൂൾ പഠനകാലത്ത് നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കോട്ടയം വാകത്താനത്ത് മാതാപിതാക്കൾക്കൊപ്പമാണ് രേണുവും ഇളയ മകൻ ഋതുൽ ദാസും താമസിക്കുന്നത്. മൂത്തമകൻ രാഹുൽ ദാസ് +2 പഠനം കഴിഞ്ഞു. സുധി പങ്കെടുത്തിരുന്ന സ്റ്റാർ മാജിക് പരിപാടി ഫാൻസുകാരാണ് വീട്ടുവാടക നൽകുന്നത്. ലക്ഷ്മി നക്ഷത്ര എല്ലാ മാസവും മുടങ്ങാതെ പണം അയച്ചു തരുന്നുണ്ടെന്നും രേണു പറഞ്ഞു. വാകത്താനം പുതുക്കാട്ടിൽ തങ്കച്ചൻ കുഞ്ഞുഞ്ഞമ്മ ദമ്പതികളുടെ 2 പെൺമക്കളിൽ ഇളയവളാണ് രേണു. സഹോദരി രമ്യ നേഴ്സാണ്. മാതാപിതാക്കൾക്കൊപ്പമാണ് രേണുവും ഇളയ മകൻ ഋതുൽ ദാസും താമസിക്കുന്നത്. 2017 മെയ്യിലായിരുന്നു സുധിയുമായുള്ള രേണുവിന്റെ വിവാഹം. നേരത്തെ സുധിയുടെ മരണത്തിനു ശേഷം രേണു 2ാം വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്ന വാർത്തയിൽ പ്രതികരിച്ച രേണു രംഗത്തെത്തിയിരുന്നു. താൻ മരണം വരെ കൊല്ലം സുധിയുടെ ഭാര്യയായി കഴിയുമെന്നും തന്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹമില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. സുധി മരിച്ച് 1 വർഷം ആകുന്നതിന് മുൻപ് തന്നെ ഞാൻ വേറെ കെട്ടും, മൂത്ത മകൻ കിച്ചുവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെയുള്ള നെഗറ്റീവ് കമന്റ്സുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരോടും എനിക്ക് ഒന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ വേറെ കല്യാണം കഴിക്കില്ല. കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യയായി ജീവിത അവസാനം വരെ നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യുകയുള്ളൂ. മറ്റൊരു വിവാഹം കഴിക്കില്ലെന്ന് ഉറച്ച തീരുമാനമാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. അതെല്ലാം എന്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ. എന്തുതന്നെയായാലും മരണം വരെ കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യയായി ജീവിക്കാനാണ് തീരുമാനം. കുടുംബത്തിലുള്ളവർ കല്യാണം കഴിക്കാൻ പറയില്ല. എന്നെ നന്നായി അറിയുന്ന ആളുകൾക്ക് അറിയാം ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന്. സുധിച്ചേട്ടനെ പോലെ വേറെ ആരും ആകില്ല. പിന്നെ മക്കൾ സുധിച്ചേട്ടന്റെയും എന്റെയും മക്കളായി തന്നെ ജീവിക്കണം. വേറെ ഒരാൾ വന്നാൽ അവരെ അങ്ങനെ കാണില്ല എന്നും രേണു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു. 2023 ജൂൺ 5 ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ വാഹനാപകടത്തിലാണ് കൊല്ലം സുധി മരിച്ചത്. സിനിമകളിലും ടെലിവിഷൻ സ്റ്റേജ് ഷോകളിലുമായി നിറഞ്ഞു നിന്ന കലാജീവിതമായിരുന്നു സുധിയുടേത്. ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള കൗണ്ടറുകൾ കൊല്ലം സുധിയെ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി മാറ്റിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.